സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ കുറെ നാൾ മുൻപ് പുലിവാൽ കല്യാണം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ കേരളത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. കുംഭമേളയിൽ മാല വിറ്റ് നടന്ന വെള്ളാരം കണ്ണുള്ള ഒരു സുന്ദരി ഉണ്ടായിരുന്നു. അവർ പ്രായപൂർത്തിയാവാത്തതിൻ്റെ പേരിൽ അവരുടെ പേര് പറയാൻ പാടില്ല എന്നുള്ളതിനാൽ പേര് ഉപേക്ഷിക്കുന്നു. അവര് അടുത്ത കാലത്ത് ഒരു സിനിമ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വരികയും ആ സിനിമയുടെ അണിയറ പ്രവർത്തകനായ ഫർമാൻ ഖാൻ എന്ന് പറഞ്ഞ ഒരാളുമായി വിവാഹം നടത്തുകയും ചെയ്തു. ഇതിൽ അസ്വാഭാവികത ഒന്നും തന്നെയില്ല. പ്രായപൂർത്തിയായ രണ്ടാളുകൾ വ്യത്യസ്ത മതസ്ഥരാണെങ്കിലും കല്യാണം കഴിക്കാൻ ഇന്ത്യയിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, പകരം വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് കല്യാണം കഴിച്ചത് എന്നുള്ളതൊരു കാര്യം. എന്നാൽ ഈ കല്യാണത്തിന് നേതൃത്വം കൊടുത്തതാകട്ടെ നമ്മുടെ പാർലമെന്റേറിയനായ എ റഹീം, കേരളത്തിന്റെ CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ, അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ വി ശിവൻകുട്ടി. ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടത്തി കൊടുത്തത്. അവിടെ അന്യമതസ്ഥനായ ഫർമാൻ ഖാൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഈ വെള്ളാരം കണ്ണുള്ള സുന്ദരിയെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇതിനെതിരെ പോലീസ് കേസ് വന്നു. അപ്പോൾ ഈ പെൺകുട്ടി വിവാഹത്തിന് വേണ്ടി ഹാജരാക്കിയ ആധാർ കാർഡിലും പാൻ കാർഡിലും എല്ലാം ഇവർക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ പെൺകുട്ടിയുടെ മാതാവ് കൊടുത്ത ഒരു കേസിനെ ആസ്പദമാക്കി മധ്യപ്രദേശ് പോലീസുകാർ തന്നെ ഇവിടെ അന്വേഷണത്തിൽ എത്തിയിരിക്കുന്നു. മധ്യപ്രദേശിന്റെ പോലീസിലുള്ള രേഖകൾ, മധ്യപ്രദേശിലുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലാണ് ഈ പെൺകുട്ടിയെ അമ്മ പ്രസവിച്ചത്. അത് 30/12/2009 ഈ പെൺകുട്ടിയുടെ ജനനം. അങ്ങനെയെങ്കിൽ ഈ കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല. എന്താണ് സാർ ഇത്തരത്തിൽ ഒരു വിവാഹം നടത്തി കൊടുക്കുന്നതിലൂടെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കാണിച്ച പുരോഗമനപരമായ ഒരു കാര്യം? ഇത് കേരള സ്റ്റോറി, റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാണ് ഇവർ ചെയ്തത്. ഇത് തീർത്തും ആലോചനയില്ലാതെ എടുത്തു ചാടി ചെയ്ത ഒരു പ്രവൃത്തിയല്ലേ? സാറിന് എന്താണ് പറയാനുള്ളത്? അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ മകളെ മുസ്ലിമായ മുഹമ്മദ് റിയാസിന് കല്യാണം കഴിച്ചു കൊടുത്ത മാതൃക കേരളത്തിൽ ഇങ്ങനെയൊരു മാതൃകയില്ല എന്ന് വരുത്തിച്ച് അതുപോലെ എല്ലാവരും ആയിത്തീരണമെന്ന് ഉള്ളൊരു പ്രചരണം നടത്തുകയും അങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മൊത്തം LDFന് അനുകൂലമാക്കുകയും എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഗോവിന്ദനും പിന്നെ റഹീമും അതോടൊപ്പം ശിവൻകുട്ടിയും ചേർന്നിട്ട് ഇങ്ങനത്തെ ഒരു കല്യാണത്തിന് അവരുടെ പാർട്ടിയുടെ ഒരു പാർട്ടി കല്യാണമാക്കി മാറ്റിയത്. ഈ പാർട്ടി കല്യാണത്തിന് പിന്നെ പോലീസ് എതിര് നിൽക്കുകയില്ലല്ലോ. എല്ലാവിധ പിന്തുണയോട് കൂടിയിട്ടാണ് അവർ ഈ കല്യാണം നടത്തിയത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്ന വസ്തുതകളാണ്. ഒരു വലിയ നിയമക്കുരുക്കിലേക്കാണ് ഗോവിന്ദനും റഹീമും അതേപോലെ തന്നെ ഫർമാനും അതോടൊപ്പം ശിവൻകുട്ടിയും പോകുന്നു. ഇവരെ 3 പേരെയും 4 പേരെയും ഈ പറയുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ശരിയാണെങ്കിൽ അത് ഇതുവരെ പറഞ്ഞു കേട്ടത് വോട്ടേഴ്സ് ലിസ്റ്റിൽ കുട്ടിയുടെ പേരുണ്ട്, അതേപോലെ ആധാർ കാർഡിൽ 18 വയസ്സ് തികഞ്ഞിട്ടുണ്ട് എന്നുള്ള തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. സാർ, ആധാർ കാർഡ് നമ്മുടെ ഒരു ഏജ് പ്രൂവ് ആയിട്ട് എടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ആധാർ കാർഡിന് പകരം ശരിയായ ജനിച്ച സർട്ടിഫിക്കറ്റ് ആണ് ഉള്ളതെങ്കിൽ അപ്പം ബാക്കിയെല്ലാം വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്നുള്ള സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അപ്പം അതായത് ഇപ്പം ഇലക്ഷന് ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായ രൂപത്തിൽ കള്ളവോട്ട് നടന്നു. കണ്ണൂർ ഏരിയയിൽ ഏകദേശം 1 ലക്ഷം വോട്ടുകൾ കള്ളവോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ആധാർ കാർഡുകളടക്കം ഇലക്ഷൻ കാർഡുകളടക്കം ഉണ്ടാക്കി എന്ന് പറയുന്ന വലിയ ആരോപണം കണ്ണൂരിൽ നിന്ന് വന്നു. അപ്പം അതേപോലെ വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കുക, അതേപോലെ വ്യാജ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുക തുടങ്ങിയവ ചെയ്യുന്നത് വഴി ഉണ്ടാവുന്ന വലിയ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഒരു ഭാഗത്ത്. രണ്ടാമത് പോക്സോ കേസാണ്. ഏറ്റവും മിനിമം 20 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടുന്ന ഗുരുതരമായ കുറ്റമാണ് കല്യാണം കഴിച്ച ആളും അതോടൊപ്പം അതിന് കൂട്ടുനിന്ന് പരസ്യമായിട്ട് ഞങ്ങളാണ് കല്യാണം കഴിപ്പിക്കുന്നത്, ഞങ്ങളാണ് പിതൃത്വം കൊടുക്കുന്നത്, ഞങ്ങളാണ് സംരക്ഷണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് 3 പേർ കേരളത്തിലെ 3 പ്രമുഖരായ ആളുകളും ചെയ്തിരിക്കുന്നത്. സാർ, ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് നമ്മുടെ നാട്ടിലേക്ക് ധാരാളം ബംഗാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പേരിട്ട് വിളിച്ച ആളുകൾ ജോലിക്ക് എത്തുന്നുണ്ട്. ഇവരിൽ പലരും
വ്യാജ സർട്ടിഫിക്കറ്റ്, വ്യാജ ആധാർ കാർഡുമായാണ് എത്തുന്നതെന്നുള്ള പരാതികൾ പല കേസുകളും ഉണ്ടാകുമ്പോൾ ഈ സർക്കാർ തന്നെ പലപ്പോഴും പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കുന്നതിന് വേണ്ടി ഈ കുട്ടി ഹാജരാക്കിയ ആധാർ കാർഡ് വ്യാജമാണോ, അഥവാ ആധാർ കാർഡ് ഏജ് പ്രൂഫായി പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളത് നിയമസഭാ സാമാജികന്മാരായ മന്ത്രിമാരായ ഇവർക്കൊക്കെ അറിയാൻ സാധിക്കാത്തതുകൊണ്ടാണോ? നിയമം നിർമ്മിക്കുന്ന മന്ത്രി ശിവൻകുട്ടിയും അതേപോലെ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഗോവിന്ദനും, അതേപോലെ MP ആയ പാർലമെന്റിൽ നിയമം നിർമ്മിക്കാൻ വേണ്ടി നിൽക്കുന്ന റഹീമിനും ഇതിനെക്കുറിച്ച് അറിവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിഡ്ഢികളാണെന്നല്ലേ പറഞ്ഞ അർത്ഥം? അവർക്ക് എല്ലാ വിവരവും ഉണ്ട്. അതിൻ്റെ അർത്ഥം അവർ അബോധപൂർവം അറിഞ്ഞുകൊണ്ട് ഈ ഗുരുതരമായ കുറ്റകൃത്യത്തിന് നിന്നുകൊണ്ട് അവർ ഈ വലിയ ഒരു അതായത് കേരള സമൂഹത്തിൽ മുസ്ലിങ്ങളുടെ വോട്ട് തട്ടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കി. ഏത് തറവേല ചെയ്തും ഏത് തരത്തിലുള്ള കുതിവാല് വെട്ടിയും നഷ്ടപ്പെട്ട മുസ്ലിങ്ങളെ വോട്ട് തിരിച്ച് LDFിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോട് വലിയ പബ്ലിസിറ്റി കൊടുത്തിട്ടാണ് അവർ കല്യാണം കഴിച്ചിട്ടുള്ളത്. സാർ, ഇവിടെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ സാർ പറഞ്ഞ പോലെ പോസ്കോ കേസ് അടക്കം നിലവിൽ വരും. അത് വരുമ്പോൾ നമ്മുടെ ഈ നിയമസഭാ സാമാജികർ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ യഥാർത്ഥ അല്ലെങ്കിൽ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് ഇക്കാര്യം അവതരിപ്പിക്കുമ്പോൾ മറ്റൊരു അന്യമതസ്ഥനാണ്, മുസ്ലിം മതസ്ഥനാണ് ഫർമാൻ ഖാൻ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ കൂടെ വന്ന ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ആൺ സുഹൃത്ത്. ഈ ആൺ സുഹൃത്ത് അന്യമതസ്ഥനാണെന്നിരിക്കെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആചാരപ്രകാരം, ഹൈന്ദവ ആചാരപ്രകാരം വിവാഹം കഴിക്കുമ്പോൾ അത് ആ മതത്തിനെതിരെ ചെയ്യുന്ന ഒരു നടപടിക്രമം കൂടിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടില്ലേ? ഈ ഫർമാൻ ഒരു ഹിന്ദു മതം സ്വീകരിച്ച ശേഷം അദ്ദേഹത്തിന് വേണമെങ്കിൽ അമ്പലത്തിൽ പോയി ഇതാവാം. അതിനപ്പുറത്തേക്കൊരു കേസ് കൂടി ഉണ്ട് അതിനകത്ത്. അതും വലിയൊരു പ്രശ്നമാണ്. അതോടൊപ്പം ഈ കുട്ടി SC/ST ആണ്. SC/ST അട്രോസിറ്റി നിയമപ്രകാരം കൂടിയാകുമ്പോൾ ഏകദേശം 25 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അമ്പലത്തിൽ പോയി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാളത്തേക്ക് മതവികാരം ഉണർപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതും കൂടെ ഇവരെ പേരിൽ കേസെടുക്കാം. ഇതിൽ ശ്രദ്ധേയമായിട്ടൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ടു. നമ്മുടെ സംസ്ഥാന DGPയുടെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നാണ് DGP വിശദീകരണം കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഈ തൃശ്ശൂരിലെ വെടിക്കെട്ട് അപകട സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം റേഞ്ച് IG-നെയാണ് അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. ഹിമേന്ദ്രനാഥ് തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. അദ്ദേഹം പോയി മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇവിടെയുള്ളൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഈ ഒരു കുട്ടി 16 വയസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മാതാവ്, ഞാൻ ആ കുട്ടിയെ പ്രസവിച്ചത് ഇന്ന ആശുപത്രിയിലാണ് പ്രസവിച്ചത്, അവിടെ ആ സമയത്ത് രജിസ്റ്റർ ചെയ്ത ബർത്ത് സർട്ടിഫിക്കറ്റും കൊണ്ടുവരുമ്പോൾ അത് തന്നെയല്ലേ ആധികാരികമായ രേഖ? ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് യഥാർത്ഥ രേഖ. ആ ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെയാണോ ജനിച്ചത് അത് ആ സ്ഥലത്തെ കോർപ്പറേഷനിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ എവിടെയാണോ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ അധികാര കേന്ദ്രങ്ങളിൽ അതിന്റെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ അതിലപ്പുറത്തേക്കൊരു രേഖയില്ല. ബാക്കി വ്യാജമായ റെക്കോർഡ് ഉണ്ടാക്കി, അത് ആ പെൺകുട്ടി ആയിരിക്കില്ലല്ലോ, സ്വാഭാവിക ഫർമാനോ അതിന് കൂട്ടുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ വ്യാജരേഖ ഉണ്ടാക്കുക മാത്രമല്ല, വ്യാജരേഖ സത്യമാണെന്നുള്ള തെറ്റിദ്ധരിപ്പിച്ച് അത് അധികാര കേന്ദ്രങ്ങളിൽ കൊടുത്ത് കാര്യലാഭം നേടുകയും കൂടി ചെയ്തു. അതായത് നേരത്തെ ഉള്ള 466, 468, 471, 474 വകുപ്പുകളാണ് ഇതിനകത്ത് വരുന്നത്. അതായത് 7 വർഷം മുതൽ 2-3 വകുപ്പ് ഉണ്ടെങ്കിൽ 14 വർഷം വരെ അതിനകത്ത് തന്നെ തടവ് ശിക്ഷ കിട്ടാം. അധികാര സ്ഥലത്ത് കാര്യലാഭത്തിന് ഉപയോഗിക്കാന്ന് പറയുന്നത്. അതിന്റെ അപ്പുറം തന്നെ ഈ പറയുന്ന പോക്സോ കേസിൽ ഏറ്റവും മിനിമം 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന ക്രിമിനൽ കുറ്റമാണ് ബലാത്സംഗത്തിന് കേസെടുക്കാം. പിന്നെ മൂന്നാമത്തെ SC/ST അട്രോസിറ്റി നിയമം ഗുരുതരമായി ബാധിക്കുന്ന ഒരു കേസാണ്. അതിനും ഒരു 7 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷയും കൂടി ആകുമ്പോൾ മിനിമം 25 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വലിയൊരു പുലിവാലിലാണ് ഗോവിന്ദനും അതേപോലെ ഈ റഹീമും അതേപോലെ ശിവൻകുട്ടിയും ചെന്നപ്പെട്ടിരിക്കുന്നത്. അവരും ഇതിനകത്ത് ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് പറയുമ്പോൾ സമാന കുറ്റം ചെയ്തു എന്നുള്ളതാണ്. അവരെ പ്രേരിപ്പിച്ച് അതിന് കൂടെ നിന്ന് ഈ സെയിം കുറ്റം തന്നെയാണ് ഇവരും കൂടി ചെയ്തത് എന്നുള്ള വരികയാണ്. അപ്പൊ ഗൂഢാലോചന കൂട്ടിച്ചേരുക, ഒന്നിച്ച് ചേർന്നുള്ള ഒരു കുറ്റം കൂടി ഇതിൻ്റെ അകത്ത് വരികയാണ്. അപ്പൊ കൂട്ടം ചേർന്ന് ഗൂഢാലോചന നടത്തി ഇവരെല്ലാരും കൂടെ ഈ പെൺകുട്ടിയെ
ഈ ഫർമാന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു നിർബന്ധപൂർവം എന്നുള്ളതാണ് ഈ കേസ് വരുന്നത്. പിന്നെ രജിസ്റ്റർ ചെയ്ത അവിടുത്തെ ഉദ്യോഗസ്ഥനും കുടുങ്ങും, അതേപോലെ ഇതിനും കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥനും കുടുങ്ങും. ചിലപ്പോൾ സാർ ഇപ്പം ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ നമ്മുടെ DGP റവാദ ചന്ദ്രശേഖരനെ കണ്ടപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ന്യായങ്ങൾ വിചിത്രമായിരുന്നു. അവർ വിവാഹത്തിന് വേണ്ടി ഹാജരാക്കിയ രേഖകളൊക്കെ പരിശോധിച്ച ഉദ്യോഗസ്ഥന്മാർ അത് യഥാർത്ഥമെന്ന് കണ്ട് ട്രൂ ആണെന്ന് കണ്ടിട്ടാണ് അത് ചെയ്തു കൊടുത്തത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ ഒരു DGP ഇത്തരം കാര്യത്തിൽ പ്രതികരിക്കേണ്ടത്? കാരണം നമ്മുടെ നാട്ടിൽ വ്യാജരേഖ ഉണ്ടാക്കി ധാരാളം ആളുകൾ കടന്നുകൂടുന്നു എന്നുള്ള വാർത്തകൾ തന്നെ ഈ സർക്കാർ തന്നെ പല സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ സാറിനോട് ചോദിക്കുന്നു. നാട്ടില് DGPയോട് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇങ്ങനെ ഒരു അഭിപ്രായം അതിന് ആരാഞ്ഞു കഴിഞ്ഞപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിക്കും ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ട ഒരു ബാധ്യത വരില്ലേ? അല്ല, അത് നിർബന്ധമായിട്ടും ദേശീയ പട്ടികജാതി വർഗ കമ്മീഷൻ നിർബന്ധമായിട്ട് ചോദിക്കുമ്പോൾ കേരളത്തിൽ ആധികാരികമായി സത്യസന്ധമായി രേഖ കൊടുത്തില്ല, കൊടുത്ത ആൾ കുടുങ്ങും. വ്യാജമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആ കൊടുത്ത ആളെ കുടുങ്ങും. ഉറപ്പായിട്ട് ഇത് ചെറിയൊരു ഇഷ്യൂ അല്ല, നാഷണൽ ലെവലിൽ വരുന്ന ഒരു ഇഷ്യൂ ആകും. അല്ല തന്നെ മാർക്സിസ്റ്റ് പാർട്ടി തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. ഈ 3 പേരും ഉത്തർപ്രദേശിൽ പോയി ജയിലിൽ കിടക്കേണ്ട സ്ഥിതിയും കൂടെ വന്നാലോ ഇവർ പുറം ലോകം കാണാനുണ്ടാവില്ല. കാരണം CPM എന്നുള്ള പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന ഒരാളാണ് ഗോവിന്ദൻ. രണ്ടാമത്തെ ആള് എന്ന് പറഞ്ഞാല് ഡബ്ലെ റഹീം എന്ന് പറയുന്നത് പൊട്ട ഇംഗ്ലീഷ് ആണെങ്കിലും ഡൽഹിയിൽ ലോക്സഭയിൽ പോയി ഇപ്പം മലയാളത്തിലെങ്കിലും പ്രസംഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശിവൻകുട്ടി ആണെങ്കിൽ അത്തും പുത്തും ഇല്ലാത്ത രൂപത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ടുപോകുന്നത്. എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അങ്ങനെയുള്ള 3 പേർ കൂടി ഇതിനകത്തേക്ക് പ്രതികളായി പോകുമ്പോൾ ഇത് നാളെ അവരുണ്ടാക്കുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാമോ? ഇവർ അമരത്തുള്ള 3 പേരും കൂടെ കടന്നാവുമ്പോൾ പാർട്ടി അല്ല തന്നെ തകരാൻ പോകണം, ഈ ഇലക്ഷൻ തകരാൻ പോകണു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഈ പ്രശ്നം കൂടി വരുമ്പോൾ മൊത്തത്തിലായിട്ട് ഇവർക്ക് എല്ലാവരും കൂടെ ജയിലിൽ ഒരുമിച്ച് പോയി കിടക്കാം എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ളത്. താൽക്കാലികമായിട്ട് ഈ ഗവൺമെന്റ് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് കുറെ കാലം പിടിച്ചു നിൽക്കാതിരിക്കാം. പക്ഷെ ഉത്തർപ്രദേശിൽ നിന്ന് പോലീസ് വന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകണേരം ഇവിടുത്തെ പോലീസിന് തടയാനൊന്നും പറ്റില്ല. അവിടെ കോടതി ഉത്തരവുണ്ടെങ്കിൽ നിർബന്ധമായും ഇവിടുന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റും. സാർ, മധ്യപ്രദേശിലെ പോലീസ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഫർമാൻ ഖാനെ ഈ അടുത്ത 20-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവ് വാങ്ങിയിട്ടുണ്ട്. ഈ കുട്ടിയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല മൊഴിയെടുക്കാൻ വന്നപ്പോൾ എന്നാണ് DGPയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ DGP പറഞ്ഞ അവരെ കാണാനില്ല എന്നുള്ള പോലീസ് നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് ഞാൻ സാറെ പറഞ്ഞോട്ടെ. അതായത് ഈ വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളതൊന്ന് വെളിവാക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. അതായത് നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കൊള്ളക്കെടുത്ത് നടത്തി എന്ന് പറയുന്ന സ്വപ്ന സുരേഷിനെ പ്രൈസ് വാട്ടർ കൂപ്പറിൽ ജോലി വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അന്നൊരു വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ഏർപ്പാടാക്കിയാണ് ഹൈദരാബാദിൽ നിന്നും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചതെന്നാണ് പിന്നീട് സ്വപ്ന വഴി തന്നെ അറിയാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ ഒരാളൊരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുമ്പോൾ അതിന് ഇങ്ങനെ ഒരു സ്വഭാവം കൂടി അത് വ്യാജമായിരിക്കുമോ എന്ന് പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇവർക്കൊക്കെ ഉള്ളതല്ലേ? അല്ല, അത് തെളിഞ്ഞു കഴിഞ്ഞാൽ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം അതുണ്ട്. അതോടൊപ്പം തെളിഞ്ഞു കഴിഞ്ഞാൽ 3 വകുപ്പുകൾ അതിൻ്റെ അകത്ത് വരും. ഒന്ന്, വ്യാജരേഖ ഉണ്ടാക്കുക. വ്യാജരേഖ ഒരു അധികാര സ്ഥലത്ത് കൊടുക്കുക, അത് 2ാമത്തെ വകുപ്പാണ്. 3ാമത് അധികാര സ്ഥാനത്ത് നിന്ന് കാര്യലാഭത്തിന് ഉപയോഗിക്കുക, 3ാമത്തെ വകുപ്പാണ്. അതായത് ഈ 3 വകുപ്പും കൂടെ വരുമ്പോൾ കൃത്യമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആരാണോ ചെയ്തിട്ടുള്ളത് അവർ കൊടുങ്ങും. ഈ സ്വപ്ന സുരേഷിനെ കൊണ്ടുവരാൻ വേണ്ടി വളഞ്ഞ വഴിയിൽ കൂടെ അവരെ ഇവിടെ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയ ശിവശങ്കറും പിണറായി വിജയനും ചേർന്നിട്ടാണെന്ന് കൃത്യമായിട്ട് സ്വപ്ന സുരേഷ് മൊഴി നൽകിയിട്ടുണ്ട്. അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം ഭരണം മാറും, അവർ കൃത്യമായി മുന്നോട്ട് കഴിഞ്ഞാൽ ഇവർ 2 പേരും അകത്താവുന്ന കൃത്യമായുള്ള തെളിവാണത്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ അധികാര സ്ഥലത്ത് കൊടുക്കുന്ന രേഖ 3 വകുപ്പുകൾ അവിടെ വരും. കൂടാതെ പട്ടികജാതി പട്ടികവർഗ SC/ST അട്രോസിറ്റി നിയമപ്രകാരമുള്ള വകുപ്പ് അത് ഗുരുതരമാണ്, ജാമ്യം തന്നെ കിട്ടില്ല. അതിലപ്പുറത്താണ് പോക്സോ കേസ്. പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ 10 വർഷമാണ്. 16 വയസ്സുള്ള ഒരു കുട്ടീനെ കല്യാണം കഴിപ്പിച്ചു, ഒരാളെ കൊണ്ട് ഇതായി എന്ന് പറഞ്ഞാൽ സെക്ഷലി ബന്ധപ്പെട്ടു എന്നുള്ള തെളിവും കൂടി ചെയ്തു കഴിഞ്ഞാൽ 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. കുട്ടി ഗർഭിണിയാണെന്നുള്ള രീതിയിലുള്ള പല മാധ്യമങ്ങളും വാർത്ത പറയുന്നു. അത് ക്ലിയർ ആയി, എന്തായാലും അവരുടെ കാര്യം ക്ലിയർ ആയി. ഇനിയിപ്പം അതിനെ പറ്റിയിട്ട് ഈ കേസ് കൃത്യമായി ഉത്തർപ്രദേശ് ഗവൺമെന്റ് എന്തായാലും വെറുതെ ഇരിക്കുന്നത് തോന്നുന്നുണ്ടോ? ഉത്തർപ്രദേശ് ഗവൺമെന്റ് കൃത്യമായി ഇത് വലിയൊരു കേസായതുകൊണ്ട് കേരളത്തിൽ CPM തകർത്ത് തരിപ്പണമാക്കി BJP വളർത്താനുള്ള ഒരു കേസായി കണ്ടുകൊണ്ട്
ഇത് വലിയ തോതിൽ അത് ഏറ്റെടുക്കും. കേരളത്തിലെ BJPയും അത് ഏറ്റെടുക്കും. ആ BJP ഏറ്റെടുക്കുന്ന ഈ കേസ് നിയമപരമായി നിലനിൽക്കുന്നതുകൊണ്ട് വെറുതെ വായുകൊണ്ട് അങ്ങനെ വായിട്ട് അടച്ചിട്ട് കാര്യമില്ല. പകരം നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തെ കുറേ ബഹളം വെച്ചുകൊണ്ടൊന്നും നേരിട്ട് നിർത്താൻ പറ്റില്ല. തൂക്കിയെടുത്ത് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അത് കേരളത്തിൽ CPM-ന്റെ തകർച്ചയ്ക്ക് ആണിയടിക്കുന്നതിന് തുല്യമായിരിക്കും. ശവപ്പെട്ടിക്ക് ആണി അടിക്കുന്നതിന്റെ അവസാനത്തെ ആണി അടിക്കലായിരിക്കും ഇതൊക്കെ തന്നെ ഉണ്ടാവുന്നത്. ഒന്നിച്ചായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാവുക. പിണറായിനെ ഒരു ഭാഗം തൂക്കിയെടുക്കുന്നു, ഗോവിന്ദനെ ഒരു ഭാഗത്തും തൂക്കിയെടുക്കുന്നു, ഇപ്പുറത്ത് റഹീമിനെ ശിവൻകുട്ടിയെ തൂക്കിയെടുക്കുന്നു. മൊത്തത്തിൽ ആളുകളെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമായിരിക്കും. ഇവർക്ക് എന്തും തെമ്മാടിത്തരം ചെയ്യാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ തന്നെ. ഇവർ വിചാരിച്ചാൽ നിയമങ്ങളില്ല, രേഖകളില്ല, ഇവർ പറയുന്നതാണ് നിയമവും രേഖയും. അത് ഇവിടെ അവസാനിക്കും. ഈ ഭരണം 24-4 തീയതി മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് ഇത് മാറും. മറ്റേത് പിണറായി വിജയൻ ചെയ്തു കൂട്ടിയിട്ടുള്ള തെളിവുകളൊക്കെ അവിടെ ഉണ്ട്, BJPന്റെ അടുത്തുണ്ട്. അതുകൂടാതെ ഈ ഭരണകാലത്തുണ്ടായിട്ടുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് വരാൻ പോണുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ നിലവിലുള്ള കേസ് കൊണ്ട് തന്നെ പിണറായി വിജയനെ പൊക്കാനുള്ള സാധനമുണ്ട്. കൂടാതെ ഗോവിന്ദനും കൂടെ റഹീമും കൂടെ ശിവൻകുട്ടിയുടെ അകത്തായി കഴിഞ്ഞാൽ എന്തായിരിക്കും CPM-ന്റെ സ്ഥിതി? അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം റിയൽ സ്റ്റോറി ഇനി ജനം കാണാൻ പോകുന്നതാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. അതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് എന്തായാലും കേന്ദ്ര പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് മുമ്പിൽ ഇപ്പോൾ റേഞ്ച് അയച്ചു കൊടുത്തിരിക്കുന്ന ഈ ഒരു ഉത്തരവും ആ മൊഴി എല്ലാം പരിശോധിച്ചുകൊണ്ട് ഇനി വരുന്ന നടപടിക്രമങ്ങൾ എന്താണെന്നുള്ളത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷം പുതിയ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ സാറ് പറയുന്നത് പോലെ അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങളായിരിക്കും ഉണ്ടാകാൻ പോവുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി എന്താണെന്നുള്ളത് ഇനി ജനം അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പം പുതിയൊരു സിനിമ കൂടി എടുക്കാം. നന്ദി.